നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ ഈശ്വരാ, ശ്യാമേ, ഇതെന്താ നീ പർദ്ദ ഇടാത്തെ? ഈ രൂപത്തിലകത്ത് പോകാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോ രാധിക മോള് നേരത്തെ വന്നിട്ടുണ്ടാവും. ഇതിനകത്ത് നിന്നുകൊണ്ട് മോളെ നോക്കി കാണാനൊരു രസമാണ്. അവളുടെ ചിരി, അവളുടെ കളികൾ, അവളുടെ കുസൃതികൾ. പക്ഷേ ഫിദ മേഡത്തിന്റെ കണ്ണു നിറയുന്നത് രാധിക ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് അധികം വൈകാതെ ഈ കണ്ണുകളിൽ നോക്കി ഇതെന്റെ അമ്മയാണെന്ന് ആ കുട്ടി പറയുന്ന. അതിന് സമയമായില്ല അമൃതയെടുത്തേ. അവള് സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്ന നിമിഷം വരെ ഇതിങ്ങനെ മുന്നോട്ട് പോയേ പറ്റൂ. ശരി, വാ. ഇതെന്താ മാഡം ഇങ്ങനെ? മാലിനി, നമ്മൾ തിരിച്ചറിയാത്തൊരു വേഷത്തിലേക്ക് ശ്യാമ മാറണമെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണം ഉണ്ടാകും. ഒരു കാര്യം ഉറപ്പാണ്, ശ്യാമ ഇതുവരെ രാധികയുടെ മുൻപിൽ ശ്യാമയായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പിന്നെ ശ്യാമ ഇപ്പോഴും മകളെ ഒളിച്ചു നിന്നേ കാണുന്നുള്ളൂ. അങ്ങനെ ഉണ്ടാവോ? എങ്കിൽ ചിലപ്പോ അമ്മയും മോളെയും ആരെങ്കിലും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണെങ്കിലോ? അതിന് കൃത്യമായൊരു ഉത്തരം കിട്ടണമെങ്കിൽ രാധിക പറയണം. എന്തായാലും മാലിനി ഒരു കാര്യം ഉറപ്പിച്ചോ, രാധികയുടെ മുഖപടം ഇന്ന് നമ്മുടെ മുമ്പിൽ അഴിഞ്ഞു വീഴാൻ പോവാ. ഞാൻ എന്റെ ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരങ്ങളിലേക്ക് അടുക്കുക. ഇനി അവള് വന്നാ മാത്രം മതി. മുത്തശ്ശി, ഏട്ടന് ഉച്ചയ്ക്കൊരു മരുന്നുണ്ട്. അത് ഞാൻ അവിടെ മേശയുടെ താഴെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കൽപ്പനേടത്തിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏട്ടത്തി ഓർക്കണമെന്നില്ല. മുത്തശ്ശി ഒന്ന് ഓർത്തെടുത്ത് കൊടുക്കോ? ഞാൻ ചെയ്തോളാം കുട്ടി. ആ പിന്നെ ആ കാലിലിടുന്ന കുഴമ്പില്ലേ, അതെ ഏട്ടനെടുത്തിടാൻ വേണ്ടി മടിക്കും. ചെറിയൊരു ചൊറിച്ചിലുണ്ടാവുന്ന വൈദ്യുതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏട്ടനത് പിടിക്കുന്നില്ല. അതുകൊണ്ട് നിർബന്ധിച്ച് മുത്തശ്ശി ചെയ്യിക്കണം. അതും ശരി. അല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് മ്യൂസിക് സ്കൂളില് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നത് എങ്ങനാ? അത് രസാ. കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അച്ഛന്റെ അമ്മയുടെയും കാര്യമൊക്കെ ഓർക്കും. ആ ഒരു ദിവസം ഉണ്ടല്ലോ, ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയെ ഞാൻ അച്ഛന്ന് വിളിച്ചുപോയി. കുട്ടികളെല്ലാരും ചിരിച്ചപ്പോഴാ ഞാൻ അറിഞ്ഞത് പോലും. ഇനി എന്തായാലും അങ്ങനെ ഒന്നും സംഭവിക്കണ്ട കേട്ടോ. അമ്മയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിച്ചപ്പോ മോക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് മടുത്തു അല്ല മാഡം? പക്ഷെ എനിക്ക് മടുക്കുന്നില്ല മാലിനി. ഞാൻ പറഞ്ഞില്ലേ, ഉത്തരങ്ങൾക്കടുത്ത് നിൽക്കുമ്പോ വല്ലാത്തൊരു ത്രില്ല. ഒരുപാട് കാലം ഞാൻ അലഞ്ഞു നടന്നതിന് അമ്മയും മോളും എനിക്ക് ഉത്തരം തരാൻ പോവല്ലേ. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ മുത്തശ്ശി. ആ
തെറ്റിയിരുന്നെങ്കിൽ അതെന്റെ കുട്ടിയുടെ തലയിൽ തന്നെ വീണേനെ. എന്തു പറ്റിയതാണാവോ ഇത്? എന്തു പറ്റാൻ? നീയല്ലേ ഇതിന്റെയൊക്കെ നോട്ടക്കാരൻ. സൂക്ഷിച്ചും കണ്ട് വച്ചൂടെ. ഒരൊറ്റ നിമിഷത്തിന് എന്റെ ഉള്ളങ്ങ് ആളിപ്പോയി. ബിജുവേട്ടാ, രാവിലെ തന്നെ മുത്തശ്ശി ഓരോ അപശകനങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോ ഇതുമായി അല്ലേ മുത്തശ്ശി? അതെ. ഇനിയിപ്പൊ നടന്നു പോവാനൊന്നും നിക്കണ്ട. ബിജു, വണ്ടി എടുത്ത് മോളെ മ്യൂസിക് സ്കൂളിലേക്ക് കൊണ്ടുവിടും. അയ്യോ, അതൊന്നും വേണ്ട മുത്തശ്ശി. പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. എന്നാ ശരി, ഞാനേ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പോകാൻ നോക്കാം. അത് ഞാൻ ചെയ്യില്ലേ മോളെ. ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ മുത്തശ്ശി ചെയ്യുന്നത് ഓക്കെ, പക്ഷെ ഞാൻ നിൽക്കുമ്പോ ചെയ്യണ്ട. ഇങ്ങത്താ. ബിജുവേട്ടാ, ദേ ഇത് വേറൊരു ചട്ടിയിലിടണം. ഇനി അതുകൂടി ചെയ്തിട്ടേ പോകുന്നുള്ളൂ. അത് ബിജുവേട്ടൻ ചെയ്തോളൂ. ബിജു, എന്തായാലും ആ നടയെന്ന് ഒഴിച്ചു വച്ചേക്ക്. ഇനി ഇങ്ങനെ ഉണ്ടായാലോ. ഏട്ടത്തി, മോള് വന്നില്ലേ ഇതുവരെ? രാധിക വരാൻ സമയാവുന്നതേ ഉള്ളൂ. ഒന്ന് വിളിച്ചു നോക്കണോ? കൃത്യസമയത്ത് സ്കൂളിലേക്ക് വരുന്ന ഒരാളെ അതിനുമുമ്പ് വിളിച്ചിട്ട് എന്ത് പറയാനാ? അതല്ല ഏട്ടത്തി, ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ സ്വപ്നം കണ്ടത് മുതല് മനസ്സിൽ എന്തൊരു ടെൻഷനാണെന്നറിയോ. ഉറങ്ങിയിട്ടില്ല ഞാൻ ശരിക്കും. ഞാൻ കരുതിയത് മോള് കൺമുന്നിലെത്തിയപ്പോ ഈ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ അവസാനിച്ചു. തീർന്നില്ല അല്ലേ? ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്നലെ എന്തോ വീണ്ടും പഴയതുപോലെയായി. പേടിക്കണ്ട ശ്യാമേ, നിങ്ങൾ അമ്മയ്ക്കും മകൾക്കും ഇടയില് ഒരു വസ്ത്രത്തിന്റെ മറവ് മാത്രമേ ഉള്ളൂ. ശ്യാമ പേടിക്കുന്നത് പോലെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാല് ദേ ഇതങ്ങെടുത്ത് മാറ്റണം. ഇതെന്റെ മകളാണെന്ന് ലോകത്തോട് വിളിച്ചു പറയണം. അത് ഐശ്വര്യയുടെയും അവളുടെ കൂട്ടാളികളുടെയും കാര്യമല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.